SFI സംഘടന 2 വർഷം മുൻപ് അല്ലെങ്കിൽ 3 വർഷം മുൻപ് വരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സംഘടനയാണ്. ഇപ്പൊ ഈ SFI എന്ന് പറയുന്ന സംഘടനയിൽ ഉള്ളത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കണ്ണാപ്പി പിള്ളേര്, ഇച്ചിമുള്ളികള്, നേരെ ചൊവ്വയിൽ നിന്ന് മുള്ളാൻ പോലും അറിയാത്ത വാണങ്ങള്, 2K കിഡ്സ്, ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരുടെ ചിന്ത എന്തെന്ന് വെച്ചാൽ എന്ത് ചെയ്താലും സംരക്ഷിക്കാൻ കുറെ വാണങ്ങൾ കൂടെ കാണും. നേതാവെന്ന് പറഞ്ഞൊരു വാണം കൂടെ കാണും. ഇവന്മാരെ സംരക്ഷിച്ചോളും, നമുക്ക് എന്ത് തന്തയില്ലായ്മയും ചെയ്യാൻ വാർത്തയിലാണ് SFI എന്ന് പറയുന്ന സംഘടന നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആ ജോർജ് ജോസഫ് സാറിന്റെ ആ വാക്കുകളൂടെ ഒന്ന് കേട്ടു നോക്കാം. ഇന്നിപ്പോൾ കേരളത്തിലെ ഈ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വന്നിരിക്കുന്ന വാർത്തകളുടെ ഒരു മുക്കാൽ പങ്കും പലയിടങ്ങളിലായി നടന്നിരിക്കുന്ന ലഹരി വേട്ട, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലഹരിപ്പൊതി വിഴുങ്ങി ഒരാൾ മരിച്ച സംഭവം, എക്സൈസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവം, ഇങ്ങനെ ലഹരിയുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ജോർജ് ജോസഫ് സാർ, നമുക്ക് എന്തെല്ലാം സംവിധാനങ്ങൾ, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നാണെങ്കിലും കർണാടകത്തിൽ നിന്നാണെങ്കിലും ഗോവയിൽ നിന്നാണെങ്കിലും ഇതെല്ലാം ഈ ലഹരി വസ്തുക്കളൊക്കെ വന്ന് ഡംപ് ചെയ്ത് കിടക്കുന്നത് കേരളത്താണ്. ഇപ്പോൾ കോടിക്കണക്കിന് വരുന്ന പാൻപരാഗ് അല്ലെങ്കിൽ ഈ അത്തരം വസ്തുക്കളൊക്കെ കണ്ടെത്തിയത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതെല്ലാം കേരളത്തിൽ